എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് ER ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LP-UP അസിസ്റ്റന്റ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനം, അതായത് പാകിസ്ഥാന്റെ പുതിയ ഉപപ്രധാനമന്ത്രിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാന്റെ പുതിയ ഉപപ്രധാനമന്ത്രി ആരാണ്? അത് ഇഷാഖ് ദർ. ആരാണ്? ഇഷാഖ് ദർ ആണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയായിട്ട് അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ്? ഇഷാഖ് ദർ ആണ്. ഇനി അടുത്തത് കുറച്ച് പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? അത് ജഗദീഷ് ശ്രീകുമാർ. ആരാണ്? ജഗദീഷ് ശ്രീകുമാറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടനാണ് ആരെന്ന് പറയുന്നത്? ജഗദീഷ് ശ്രീകുമാർ. അപ്പൊ അദ്ദേഹത്തിനാണ് പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ഏത് വർഷം? 2024 ലഭിച്ചത്. അപ്പോൾ നമ്മൾ പശ്ചിമ ബംഗാൾ എന്നാണ് ഗവർണേഴ്സ് അവാർഡാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ പശ്ചിമ ബംഗാൾ ഗവർണർ ആരാണ്? അത് CV ആനന്ദ ബോസ് ആണ്. ആരാണ്? CV ആനന്ദ ബോസ് ആണ് നിലവിലെ പശ്ചിമ ബംഗാൾ ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം, അതായത് 2024 ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അപ്പോൾ 2024 ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ് എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താണ് പുരസ്കാരത്തിൽ, ഇത്തവണത്തെ പുരസ്കാരത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഇന്ത്യക്കാരന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ വ്യക്തിയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് അലോക് ശുക്ല. ആരാണ്? അലോക് ശുക്ലയാണ്. അപ്പോൾ 2024 ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? അലോക് ശുക്ല എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പുരസ്കാരം അറിയപ്പെടുന്നത് ഹരിത നൊബേൽ അഥവാ ഗ്രീൻ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ്. എന്തെന്ന് പറയുന്നത്? ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ്. ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഈ പുരസ്കാരം 2024 ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അലോക് ശുക്ല എന്ന് പറയുന്നത്. അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അതുപോലെ വനനശീകരണത്തിനൊക്കെ എതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അലോക് ശുക്ല എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഹസ്ദിയോ അരണ്യ ബച്ചാവോ സംഘർഷ സമിതിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? അലോക് ശുക്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞു 2024 ഗോൾഡ് മാൻ എൻവയോൺമെന്റ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? അലോക് ശുക്ല. ഇദ്ദേഹത്തിന് പുറമെ മറ്റു ചില ആൾക്കാർക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ആൾക്കാരെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് പോവാം. അപ്പോൾ അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് മാർസൽ ഗോമസ്. ആരാണ്? മാർസൽ ഗോമസ് ആണ്. മാർസൽ ഗോമസ് എന്ന് പറയുന്നത് ബ്രസീലിൽ നിന്നുള്ള വ്യക്തിയാണ്. എവിടെയാണ്? ബ്രസീലുകാരനാണ് ആരെന്ന് പറയുന്നത്? മാർസൽ ഗോമസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പേരൊന്ന് കാര്യമായിട്ട് ഓർക്കുക. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള മുറേവ മറൂച്ചി ജോൺസൺ ആണ്. അപ്പൊ ആരാണ്? ഓസ്ട്രേലിയയിൽ നിന്നുള്ള മുറേവ മറൂച്ചി ജോൺസൺ ആണ് അടുത്ത വ്യക്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് സ്പെയിനിൽ നിന്നുള്ള തെരേസ വിസന്റെ. ആരാണ്? തെരേസ വിസന്റെ. ഏതാണ് രാജ്യം? സ്പെയിൻ ആണ്. ഓർക്കുക, സ്പെയിനിൽ നിന്നുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് US നിന്നുള്ള വ്യക്തിയാണ്. US നിന്നുള്ള ആൻഡ്രിയ വിദൗരെ. ആരാണ്? ആൻഡ്രിയ വിദൗരെ. ഏതാണ് രാജ്യം? US ആണ് രാജ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ട് വ്യക്തികളാണ്, അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള രണ്ട് വ്യക്തികളാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സിനഗഗു സുക്ലു. ആരാണ്? സിനഗഗു എന്താണ് സുക്ലു എന്ന് പറയുന്ന വ്യക്തിയും ഇനി അതുപോലെ തന്നെ നോൻഹ്ലെ എംബുത്തുമ. ആരാണ്? നോൻഹ്ലെ എംബുത്തുമ. ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾക്കും, അതായത് ദക്ഷിണാഫ്രിക്കയിലുള്ള രണ്ട് വ്യക്തികൾക്കും എന്തിട്ടുണ്ട്? പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുരസ്കാരം ലഭിച്ച മറ്റു വ്യക്തികളെ കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? അത് ഷെൻഹുവ 15 ആണ്. കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S. അയ്യർ ആണ്. ഇനി അതുപോലെ തന്നെ
വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO ആരാണ്? അത് ശ്രീകുമാർ കെ നായർ ആണ്. അപ്പൊ ആ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വ്യക്തി സ്ഥാനമൊഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ. അപ്പോൾ സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ആരാണ്? ഹംസ യൂസഫ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഹംസ യൂസഫ് എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ പദവി വഹിച്ച വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഹംസ യൂസഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക, അതായത് ഓരോ വ്യക്തികളും സ്ഥാനമൊഴിയുന്ന സമയത്ത് അത് കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വ്യക്തിയെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ പല സമയങ്ങളിലും ഇത് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലിസ്ട്രസ് സ്ഥാനമൊഴിഞ്ഞ സമയത്ത് അത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക, ഹംസ യൂസഫ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 2024 എന്താണ് ഏപ്രിലിൽ അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന്റെ സ്ഥാനമൊഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അണക്കെട്ട് തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കെനിയയിലെ ഒരു അണക്കെട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? തകർന്നിരിക്കുകയാണ്. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടെന്താണ് അതിശക്തമായ മഴയും പ്രളയമൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കെനിയയിലെ ഒരു അണക്കെട്ട് തകർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അണക്കെട്ടിന്റെ പേരെന്ന് പറയുന്നത് ഓൾഡ് കിജാബെ അണക്കെട്ട്. അപ്പോൾ എന്താണ്? ഓൾഡ് കിജാബെ അണക്കെട്ട്. അപ്പോൾ അടുത്തിടെ തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് ഏത് രാജ്യത്താണ്? അത് കെനിയയിലാണ്. അപ്പോൾ ഓർക്കുക, കെനിയയിലാണ് ഓൾഡ് കിജാബെ എന്ന് പറയുന്ന അണക്കെട്ട്. ഇത് എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്തിടെ തകർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി എവിടെയാണ്? അപ്പോൾ എന്താണ്? 2024 തോമസ് കപ്പ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി എവിടെയാണ്? അത് ചെങ്ഡു. എവിടെയാണ്? ചെങ്ഡു. ചൈനയിലെ ചെങ്ഡു ആണ് വേദി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തോമസ് കപ്പ് അതുപോലെ തന്നെ യൂബർ കപ്പ്, ഈ രണ്ട് ട്രോഫികളും ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ബാഡ്മിന്റൺ ആണ്. ഏതാണ്? ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫികളാണ് ഏതെന്ന് പറയുന്നത്? തോമസ് കപ്പ് അതുപോലെ എന്താണ്? യൂബർ കപ്പ് എന്ന് പറയുന്നത്. കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക, ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ്, യൂബർ കപ്പ്. ഇനി അതുപോലെ തന്നെ സുധീർമാൻ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോമസ് കപ്പ് എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര ബാഡ്മിന്റണിലെ പുരുഷ ടീം ഇവന്റ് ആണെന്ന് പറയുന്നത് തോമസ് കപ്പ്. യൂബർ കപ്പ് എന്ന് പറയുന്നതാണ് വനിതാ ടീം ഇവന്റ് ആണ്. ഇനി അതുപോലെ തന്നെ സുധീർമാൻ കപ്പ് എന്ന് പറയുന്നത് മിക്സഡ് ടീം ഇവന്റ് ആണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വനിതാ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആരാണ്? അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആരെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ ആദ്യ മലയാളി വനിത ആരാണ്? അത് മിന്നുമണിയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മിന്നുമണിയാണ്, വയനാട് സ്വദേശിയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ എന്താണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി വനിതയും ആരായിരുന്നു? മിന്നുമണിയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് കളിച്ചത്. അതുപോലെ തന്നെ 2024 വനിതാ പ്രീമിയർ ലീഗിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മിന്നുമണി കളിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് ടീം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആരാണ്? അത് സജന സജീവനാണ്. ആരാണ്? സജന സജീവനാണ്. ഈ പേര് മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2024 വനിതാ പ്രീമിയർ ലീഗിൽ സജന സജീവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത്? അത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഈ സജന സജീവനൊപ്പം ഒരു മലയാളിയെ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ ടീമിന്റെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആശാ ശോഭനെ. പക്ഷേ ആശാ ശോഭന എന്ത് ചെയ്തിട്ടില്ല? മത്സരിച്ചിട്ടില്ല. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം? അതുകൂടി ഒന്ന് ചർച്ച ചെയ്യും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 എന്താണ് ഹാട്രിക് സ്വർണ്ണം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ആദ്യം നമുക്കൊരു വേദി നോക്കാം. അതായത് 2024 എവിടെ വെച്ച്? ഷാങ്ഹായിൽ വെച്ച് നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1. അപ്പോൾ ഇതാണ് 2024 ആർച്ചറി വേൾഡ് കപ്പിന്റെ സ്റ്റേജ് 1 നടന്ന എവിടെ വെച്ചാണ്? ഷാങ്ഹായിൽ വെച്ചാണ്. ഇനി എന്താണ് ആ ഒരു വേൾഡ് കപ്പിൽ ഹാട്രിക് സ്വർണ്ണം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അപ്പോൾ എന്താണ് ആ ഹാട്രിക് സ്വർണ്ണം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അത് ജ്യോതി സുരേഖ വെന്നം. ആരാണ്? ജ്യോതി സുരേഖ വെന്നമാണ്. അതായത് ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ എന്താണ് വനിതാ ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ് മിക്സഡ് ഗ്രൂപ്പ്. ഈ ഈവന്റുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജ്യോതി സുരേഖ വെന്നം എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർണ്ണം നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഹാട്രിക് തികച്ചത്. ഇനി ഇപ്പോൾ എന്താണ് 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജ്യോതി സുരേഖ വെന്നം ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ 2017 ജ്യോതി സുരേഖ വെന്നത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. അതായത് 2024 ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ. അപ്പോൾ 2024 ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരെന്നാണ്? അത് PG ജോർജ്. ആരാണ്? PG ജോർജ് ആണ്. അപ്പോൾ PG ജോർജ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥ പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നത് ഹാഫ് ടൈം. എന്താണ് ഹാഫ് ടൈം എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? PG ജോർജിന്റെ ആണ്. അപ്പോൾ ഈ ഒരു ആത്മകഥ കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. അത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു നിയമനമാണ്. അതായത് പാകിസ്ഥാന്റെ പുതിയ ഉപപ്രധാനമന്ത്രി ആരാണ്? ഇഷാഖ്
ദർ. ആരാണ്? ഇഷാഖ് ദർ ആണ്. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? പ്രധാനപ്പെട്ട 2 അവാർഡുകളായിരുന്നു. അതിൽ ആദ്യത്തെ ഏതായിരുന്നു? 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? ജഗദീഷ് ശ്രീകുമാറാണ്. ഓർക്കുക, ജഗദീഷ് ശ്രീകുമാറിന് 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് എന്ത് ചെയ്തു? ലഭിച്ചു. അതിനുശേഷം പറഞ്ഞ അവാർഡ് എന്തായിരുന്നു? 2024 എന്താണ്? ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ്. അപ്പോൾ 2024 ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരെന്നാണ്? അത് അലോക് ശുക്ല. ആരാണ്? അലോക് ശുക്ലയാണ്. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ, അതായത് സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്? രാജിവെച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഹംസ യൂസഫ്. ഓർക്കുക, ഹംസ യൂസഫ് ഏത് രാജ്യത്തിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു? അത് സ്കോട്ട്ലൻഡിന്റെയാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അണക്കെട്ട് തകർന്ന കാര്യമാണ്. അണക്കെട്ടിന്റെ പേര് ഇതാണ്, ഓൾഡ് കിജാബെ. ഇതാണ് ഓൾഡ് കിജാബെ എന്ന് പറയുന്ന അണക്കെട്ട്. ഏത് രാജ്യത്താണ്? കെനിയ. അപ്പോൾ കെനിയയിലെ ഓൾഡ് കിജാബെ അണക്കെട്ട് തകർന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇനി അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. അതിൽ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? 2024 തോമസ് കപ്പ്, യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി പറഞ്ഞു. എവിടെയാണ്? ചെങ്ഡു, ചൈനയിലെ ചെങ്ഡു ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളെന്താണ്? തോമസ് കപ്പ്, യൂബർ കപ്പ്, സുധീർമാൻ കപ്പ് ഒക്കെ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത. അപ്പൊ എന്താണ്? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആരാണ്? സജന സജീവനാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വനിത ആരാണ്? അത് ആരാണ്? മിന്നുമണിയാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1-ൽ ഹാട്രിക് സ്വർണ്ണം നേടിയ ഇന്ത്യൻ വനിതാ താരത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ആരാണ്? ജ്യോതി സുരേഖ വെന്നോ ആണ്. കാര്യം കൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിയോഗമാണ്. PG ജോർജ് എന്ന് പറയുന്ന മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു? അന്തരിച്ചു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി പാലക്കാട്, സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കണ്ണൂർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പാറ്റ് കമിൻസ്, ബി റിക്കി പോണ്ടിങ്, സി മിച്ചൽ സ്റ്റാർക്ക്, ഓപ്ഷൻ സി ഷെയ്ൻ വാട്സൺ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2024 പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എ മഹേന്ദ്ര സിംഗ് ധോണി, ബി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ സി യുവരാജ് സിംഗ്, ഓപ്ഷൻ ഡി വീരേന്ദർ സേവാഗ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, യുവരാജ് സിംഗ് ആണെന്ന് പറയുന്നത് 2024 നടക്കുന്ന പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പുറമെ തന്നെ ഇതാണ് ക്രിക്കറ്റ് താരമായുള്ള ക്രിസ് ഗെയിലും അതുപോലെ തന്നെ ജമൈക്കൻ സ്പ്രിന്റർ ആയിട്ടുള്ള ഉസൈൻ ബോൾട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? T20 ലോകകപ്പിന്റെ അംബാസഡർമാരായിട്ട് നിയമിതരായിട്ടുണ്ട്. ആ കാര്യം കൂടി ഓർക്കുക. ഇനി അതുപോലെ തന്നെ 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന പുരുഷ ഏകദിന ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസഡർ ആരായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായിട്ട് കൊന്നൊടുക്കിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജപ്പാൻ, ബി ഇന്തോനേഷ്യ, സി മാലദ്വീപ്, ഡി ഓസ്ട്രേലിയ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ഓസ്ട്രേലിയയാണ്. ഓർക്കുക, ഓസ്ട്രേലിയയാണ്. അതായത് ഓസ്ട്രേലിയയിലെ ഗ്രാൻഡ് ബാരിയർ റീഫിലുള്ള പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്തത്? ഇത്തരത്തിലൊരു നടപടി ആര് സ്വീകരിച്ചത്? ഓസ്ട്രേലിയ സ്വീകരിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട സബ്ജക്റ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ഏപ്രിൽ 30 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.